ഹൗസ് ഓണർ വാടക കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റലായാലും വാടക 1 മാസം കൊടുത്തിട്ടില്ലെങ്കിൽ പറയും നിങ്ങൾ അടുത്ത മാസം ആകുമ്പോൾ വീട് കാലി ചെയ്യണോ, ഇല്ലെങ്കിൽ റെന്റ് കൂട്ടിച്ചേരണോ, അങ്ങനെയെല്ലാം പറയലുണ്ട്. അങ്ങനെ നമ്മൾ പോകുന്നു. അപ്പോൾ ഇത് കിട്ടുകൊണ്ട് നമുക്ക് നല്ല ഒരു നിധി കിട്ടിയ പോലെയുണ്ട്. എൻ്റെ പേര് ഷാനവാസ് എന്നാണ്. ഇവിടെ 3 വർഷമായി താമസിക്കുകയാണ്. നമ്മൾ മുമ്പ് വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടിരുന്നു വാടക കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ എനിക്ക് മാനസികമായിട്ട് പ്രശ്നമുള്ളതാണ്. ഞാൻ ഒരുപാട് ജോലിക്കെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം വാടക ഞാൻ കൊടുത്തത്. എനിക്കിപ്പോഴും ജോലിക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. എനിക്ക് മാനസികമായിട്ട് ടെൻഷനെല്ലാം ഉള്ളതുകൊണ്ട് ഇതുകൊണ്ട് ഇത് തന്ന പിണറായി സർക്കാരിന് എൻ്റെ അഭിവാദ്യം ഞാൻ അർപ്പിക്കും. നമുക്കറിയാമല്ലോ, ഒരു കുടുംബം ആകുമ്പോഴത്തേക്ക് ഒരു വീട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വെയിൽ മഴയും കൊള്ളാതെ അടച്ചുറപ്പുള്ള ഒരു സംവിധാനം. അതായത് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഒരു സംവിധാനമാണ് നമ്മുടെ ഓരോരുത്തരുടെയും വീടെന്ന് പറയുന്നത്. എൻ്റെ പേര് വിമലാദേവി. കടമ്പൂർ പഞ്ചായത്തിലെ 13-ാം വാർഡ് പ്രതിനിധീകരിച്ചിട്ടുള്ള 2015 മുതൽ 20 വരെ ഉള്ള ഒരു ടേമിൽ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ലൈഫ് മിഷൻ പദ്ധതി ആരംഭിക്കുകയും സ്വന്തമായി ഭൂമിയുള്ള പഞ്ചായത്തുകൾ സർക്കാരിന് കുറച്ച് സ്ഥലം വിട്ടു നൽകുകയാണെങ്കിൽ അവിടെ സർക്കാർ ചെലവിൽ തന്നെ ഫ്ലാറ്റ് നിർമ്മിച്ച് ഭൂമിയും വീടും ഇല്ലാത്ത ഭവനരഹിതരായിട്ടുള്ള ആൾക്കാർക്ക് ഫ്ലാറ്റ് നിർമ്മിച്ച് നൽകാമെന്നുള്ള ഒരു നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ പേര് യമുനാണ്. എൻ്റെ ഭർത്താവിൻ്റെ പേര് വിനയരാജാണ്. ഇവർക്കിപ്പോൾ തീരെ സുഖമില്ലാത്തതുകൊണ്ട് 2017 ഇങ്ങനെ ഒരു കാല് ബ്ലോക്കായി പോയി. നമ്മൾ 7 വീട്ടിൽ വാടകയ്ക്ക് 8ാമത്തെ വീടാണ് നമുക്കിത് കിട്ടിയത്. ഇത് കിട്ടാൻ്റെ വിമലച്ചോട് എനിക്ക് 100 നന്ദി പറയണം. വെള്ളം കൂടി എനിക്കിത് തന്നേ. അതുകൊണ്ട് വാടക വീട്ടിൽ നിന്ന് ഒഴിവായി കിട്ടിയത് ഇതിപ്പോൾ നമുക്ക് സ്വർഗ്ഗം പോലെ ആയി.